നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാം കടലെടുക്കാറായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ. എന്റെ മോൻ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. അമ്മ കരയാതിരിക്കും. എന്താ പറ്റി? എന്താ എന്താ പറ്റി? പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോടാ. എന്റെ പൊന്നു മോനൊന്നും വരുത്തല്ലേ. ഈശ്വര, എങ്കിൽ എന്റെ മനസ്സിലുള്ളൊരു ഇഷ്ടം ഞാൻ പറയട്ടെ. അത് കേട്ട് കഴിയുമ്പോ എന്നോട് ദേഷ്യം തോന്നില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ട ഒരാളുണ്ട്. അത് ഇതിനാണോ ഞാൻ നിന്നെ തേടി നടന്നത്? എന്റെ ജീവിതത്തിലെ എല്ലാ കാത്തിരിപ്പുകളും അവസാനിക്കുകയാണോ? ബിജു, നീ വന്നേ. വരുണിനെ ഒന്ന് വിളിക്കും. അവരോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും. എടുക്കുന്നില്ല. എല്ലാം ഇത്തരത്തിലാക്കി വെച്ചിട്ട് അവൻ എവിടെയാ ചെന്ന് കിടക്കുന്നത്? അദ്ദേഹം കണ്ണു തുറക്കുമ്പോ അവൻ മുമ്പിലില്ലെങ്കിൽ പ്രശ്നമാണ്. ഹലോ, എടാ മോനെ, ഞാനിവിടെ ബീച്ചിലിരിക്കാം. ഇവിടെയെങ്കിലും എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ? മോനെ, അവൻ ബീച്ചിലാ. ബീച്ചിലോ? ഈ നേരത്തോ? എന്തിന്? എനിക്കറിയില്ല. എല്ലാം കടലെടുക്കാറായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ. എന്റെ മോൻ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. അമ്മ കരയാതിരിക്കും. എങ്ങനെയാണോ എനിക്ക് സ്വസ്ഥത കിട്ടുന്നത്? വരുന്ന ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. അമ്മ വിഷമിക്കണ്ട. ഇപ്പൊ വരാം. മറ്റേ കാര്യം
അല്ല, അച്ഛന്റെ മുന്നിൽ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? അതൊക്കെ സത്യം തന്നെയാണോടി? എന്ത് സത്യം? ഇവള് പറഞ്ഞ കള്ളക്കഥ കേട്ടിട്ടാ ഏട്ടൻ വീണു പോയത്. ഒരു കാര്യം ഞാൻ പറയാം, ഹോസ്പിറ്റലിൽ കിടന്ന് ഞങ്ങളുടെ ഏട്ടന് എന്തെങ്കിലും പറ്റിയ ഇതിനകത്തിട്ട് കൊന്നുളയുന്നില്ല. വരുൺ നിന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞെന്നും കൂലിയായിട്ട് കുറച്ച് ആഭരണങ്ങൾ തന്നെന്നും നീ പറയുന്നു. അങ്ങനെ പോണെങ്കിൽ ഒരു കാരണം വേണ്ടേ? എന്താ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ വരുണിനാണോ പ്രശ്നം? പറയടി മോളെ. സാധാരണഗതിയിൽ ഒരു ഭർത്താവ് മോശമായിട്ട് പെരുമാറുകയും വീട്ടിൽ നിന്നിറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്താ പെൺകുട്ടികള് കരയും. വീട്ടിലുള്ള മുതിർന്നവരോട് വിവരം പറയും. അങ്ങനെയല്ലേ നാട്ടു നടപ്പ്? ഇതിപ്പോ നീ നിന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, ഇവിടെ ഉള്ളവരെ അറിയിച്ചിട്ടില്ല. ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചതാണെങ്കിലോ രാത്രിയിലും. ഇതിന്റെ കള്ളക്കളിയാ ഞങ്ങൾക്കറിയേണ്ടത്. കൂടുതൽ ചോദിക്കാനൊന്നും ഇല്ല ചെറിയമ്മേ. ചാണകക്കുഴിയിൽ കിടന്ന ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് കണിമംഗലത്ത് വന്ന് കയറിയപ്പോ കണ്ടതും കേട്ടതും ഒക്കെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവും. സമ്മാനങ്ങളായി അമ്മയും മുത്തശ്ശിയും കുറെ ആഭരണങ്ങൾ കൊടുത്തെങ്കിലും അതിടാനുള്ള യോഗ്യത ഇവൾക്കില്ല. അത് ഇവൾക്ക് തന്നെ അറിയാലോ. വാനുണിന്റെ മനസ്സിൽ ഇടം പിടിക്കാനും ഇവൾക്ക് സാധിച്ചില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.